അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമോ രാഷ്ട്രീയമോ അല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള ബൈബിൾ നിരക്ഷരതയാണ്. ഭൂരിഭാഗം അമേരിക്കക്കാരും ബൈബിളിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. 10 കൽപ്പനകളിൽ 5 പോലും കൃത്യമായി പറയാനറിയില്ല. 82% ആളുകളും വിശ്വസിക്കുന്നത് സ്വയം സഹായിക്കുന്നവരെ ദൈവം സഹായിക്കുന്നു എന്നത് ബൈബിളിലെ വചനമാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ബൈബിളിലുള്ളതല്ല. പലർക്കും ബൈബിളിലെ ആദ്യ പുസ്തകമേതാണെന്നോ പുതിയ നിയമത്തിലെ ആദ്യ 4 പുസ്തകങ്ങൾ, സുവിശേഷങ്ങൾ ഏതാണെന്നോ അറിയില്ല. ചിലർ വിശ്വസിക്കുന്നത് ജോൻ ഓഫ് ആർക്ക് നോഹയുടെ ഭാര്യയാണെന്നാണ്. സഭകൾ ദൈവവചനം ആഴത്തിൽ പഠിപ്പിക്കുന്നതിനു പകരം കൂടുതൽ ആളുകളെ ആകർഷിക്കാനായി ബിസിനസ് മോഡലുകളും വിനോദ പരിപാടികളും പിന്തുടരുന്നതാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. വിശ്വാസികൾക്ക് വചനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും പകർന്നു നൽകാൻ സഭകൾക്ക് കഴിയുന്നില്ല. ഇന്റർനെറ്റ് യുഗത്തിൽ ആളുകൾക്ക് വായനാശീലം കുറയുകയും വിവരങ്ങൾ വളരെ വേഗത്തിൽ മാത്രം ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ബൈബിൾ എന്നത് ആഴത്തിൽ പഠിക്കേണ്ട ഒന്നാണെന്നും വെറും 15 മിനിറ്റ് പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് ആത്മീയ അറിവ് ലഭിക്കുന്നില്ല. ബൈബിൾ അറിവില്ലായ്മ മൂലം ജനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിശ്വാസങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇത് തെറ്റായ ധാർമ്മിക ബോധത്തിലേക്കും ആത്മീയ തകർച്ചയിലേക്കും നയിക്കുന്നു. ബൈബിൾ കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു സമൂഹം അവരുടെ ക്രിസ്തീയ വ്യക്തിത്വത്തെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ബൈബിൾ എന്നത് കേവലം അലമാരയിൽ വെക്കാനുള്ള പുസ്തകമല്ല, മറിച്ച് അത് ജീവിതത്തിന്റെ വഴികാട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്ന് തിരിച്ചറിയുക.